തീർച്ചയായിട്ടും വേണുവിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മസ്ഥാനത്ത് പറയുന്ന വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും വി എസ് ഉന്നയിച്ച രാഷ്ട്രീയം എന്നുള്ളത് ഒരു നൈരന്തര്യമുള്ള രാഷ്ട്രീയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് വി എസ് അന്ന് ഉന്നയിച്ച രാഷ്ട്രീയം ഭൂമാഫിയക്കെതിരെയായിരുന്നു, നികഷ്ടർക്കെതിരെയായിരുന്നു, വെറുക്കപ്പെട്ടവർക്കെതിരെയായിരുന്നു. നമുക്കറിയാം ഓരോതരം മാഫിയവൽക്കരണത്തിനെതിരെയായിരുന്നു വി എസ് പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചത്. അതിൻ്റെ നൈരന്തര്യത്തിൽ തന്നെ വി എസ് മുഖ്യമന്ത്രിയായിട്ടും ഇതിൻ്റെ നടപടികളായിട്ടാണ് നമ്മൾ കാണുന്നത്. മൂന്നാറിൽ വി എസ് പ്രവർത്തിച്ചത്, പലതരത്തിലുള്ള ഭൂമാഫിയകൾക്കെതിരെ വി എസ് പ്രവർത്തിച്ചത്. വി എസ് പല നിസ്സഹായനായിരുന്നു. കാര്യം വി എസിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യഘട്ടത്തിലൊന്നും തികച്ചും പാർട്ടിയുടെ അനുകൂലമായിട്ടൊരു സംവിധാനമല്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർട്ടി മുഖ്യമന്ത്രി ഏകോപന സമിതിയുടെ സംവിധാനം ഉണ്ടായത്. ഇന്നിപ്പോൾ അതുണ്ടോ? ഇന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഏകോപന സമിതി ഉണ്ടോ? പാർട്ടിയും എന്തായിരുന്നു ഏകോപന സമിതിയുടെ ഉദ്ദേശം? വി എസിന് ഒരു നിസ്സഹായാവസ്ഥ വി എസിനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതുകൊണ്ട് വി എസ് ആയിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി. വി എസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വി എസിനും ഒരുപാട് കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ വി എസിന് ഉയർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാര്യം വി എസ് സംബന്ധിച്ചോളം വി എസ് പ്രതിപക്ഷ നേതാവിരിക്കും, ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രി ആയിരിക്കും. തൻ്റെ ആശയപരമായ നൈരന്തര്യം, ആശയപരമായിട്ടുള്ള ആ നിലപാടുകൾ കൃത്യമായിട്ട് പിന്തുടർന്ന ആളായി ഒരു തരത്തിൽ കോംപ്രമൈസ് വി എസ് നടത്തിയില്ല. അതിൻ്റെ അതേസമയം തന്നെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്തും ഈ സമരം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഭരണപക്ഷത്തോടും മാത്രമല്ല പാർട്ടിക്കകത്തുള്ള ഈ ആശയ ലോകത്തോടും തൻ്റെ സമരം മുന്നോട്ട് വെക്കേണ്ടി വന്നു. അത് മുഖ്യമന്ത്രി നിലയ്ക്കും അത് മുന്നോട്ട് കൊണ്ടുവയ്ക്കേണ്ടി വന്നു. ആ വി എസ് അന്ന് ഏറ്റെടുത്തപ്പോൾ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ വി എസ് മുന്നോട്ട് വെച്ച പല അഴിമതി പ്രശ്നങ്ങളും ഇന്ന് അവശേഷിക്കാതെ തുടരുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പല പ്രശ്നങ്ങളും ഇന്ന് അവശേഷിച്ചിട്ടില്ല. പലതും കോടതിയിലാണ്, പല വ്യവഹാരങ്ങളായിട്ട് കെട്ടിപ്പിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വി എസിൻ്റെ സമരം ഒരുപക്ഷെ അവസാനിച്ചില്ല. കാര്യം അത് ഏറ്റെടുക്കാൻ ഇനി ആരുണ്ട്? സി പി എമ്മിൻ്റെ അകത്തോ പ്രതിപക്ഷത്തോ ഇടതുപക്ഷത്തോ ആരുണ്ടെന്നുള്ള കാര്യം സംശയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ വി എസ് ഉന്നയിച്ച പല കാര്യങ്ങളും ഇന്നും പ്രസക്തമായി നിൽക്കുന്നു, ഇന്നും അവശേഷിക്കാൻ നിൽക്കുന്ന കാര്യം ഇന്നും അത് ഓരോ സ്ഥലങ്ങളിൽ അവിടെ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വി എസ് ഉന്നയിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള സംബന്ധിച്ചിടത്തോളം ഈ മാഫിയാവൽക്കരണം, അല്ല വി എസിനെ വികസന വിരോധി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. വി എസ് ഒത്തിരി വികസന വിരോധി ആയിരുന്നില്ല. ഈ മുതലാളിത്ത വികസനത്തോട് തന്നെ വി എസിന് വിമുഖത ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം സ്മാർട്ട് സിറ്റി പോലെ പ്രോജക്റ്റ് വി എസ് സ്വാഗതം ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ വിപണി കേന്ദ്രിതമായിട്ട് പല കാര്യത്തിലും വി എസിന് യോജിപ്പുണ്ടായിരുന്നു. വി എസ് അതിനൊക്കെ അനുകൂലിച്ചാണ്. പക്ഷേ വി എസ് എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമാഫിയ ഈ കേരള വരദാനം പോലെ സർക്കാർ ഭൂമി കൊടുക്കുന്നു, ചെറിയ ചുളുവിലയ്ക്ക് കൊടുക്കുന്നു. അത് വിപണനം ചെയ്തുകൊണ്ട് അതിനെ പുറത്ത് കെട്ടിടങ്ങൾ കെട്ടാതെയോ വിപണനം ചെയ്യുന്ന സംവിധാനത്തെയാണ് വി എസ് എതിർത്തിരുന്നത്. അപ്പോൾ വി എസിൻ്റെ വികസന സങ്കല്പം ഒരു സാമൂഹ്യവൽകൃതമായിട്ട് വികസന സങ്കല്പമായിരുന്നു, അല്ലാതെ അടിസ്ഥാന സൗകര്യത്തോടെ നവനിർമ്മാണ വികസന സങ്കല്പമല്ല വി എസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനെതിരെയുള്ള വി എസിന് നിരന്തരമായ പോരാട്ടം ഇന്നും പ്രസക്തമാണ്. അതുകൊണ്ട് വി എസ് അന്ന് ഉന്നയിച്ച പല കാര്യങ്ങളും ഇന്നും സജീവമായിട്ട് അതേ ധാർമ്മിക മൂല്യത്തോടെയും പ്രസക്തിയോടും കൂടി തന്നെ നിലനിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ആരേറ്റെടുക്കാണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കാര്യമായിട്ടുള്ള ഒരു അല്ലാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. കാര്യം ഇടതുപക്ഷത്തിനകത്ത് ആ പറയത്തക്ക നേതാക്കളൊന്നും ഇന്നില്ല. വി എസിൻ്റെ അത്തരം ഒരു മുദ്ര വി എസിന് ഇന്ന് ആരാധനാപൂർവ്വം കാണും. വി എസ് ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും അതിൽ നിൽക്കി പറയാൻ പറ്റും. കാര്യം വി എസിന് വന്ന് ആ പ്രശ്നങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ വി എസിൻ്റെ തുടർച്ച എന്നുള്ള കാര്യം അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുത. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയും കൂടിയാണ്. കാര്യം വി എസിന് ശേഷം അത്തരം തുടർച്ച ഇല്ലാതായി പോയി. കേരള സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ തുടർച്ചകളുണ്ടായിരുന്നു എല്ലാ കാലത്തും. AKGക്ക് ശേഷമുള്ള തുടർച്ചയായിരുന്നു വി എസ് എന്ന് പറയാൻ പറ്റും. വി എസിന് ശേഷം എന്ത് തുടർച്ചയാണുള്ളത്? ആ സമരം ഏറ്റെടുക്കാറുണ്ട്. ജനകീയ സമരം ഏറ്റെടുക്കുന്ന, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പെൺപിള്ളെ ഒരുമൈ സമരം CPM അകത്ത് വിമർശനം ഉണ്ടായ സമരമാണ്. അന്ന് ഇടുക്കിയിലെ നേതാക്കളെ എതിർത്തിരുന്നു. പക്ഷേ വി എസ് അവിടെ പോയ കോച്ചിൻ തണുപ്പത്ത് വി എസ് അവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വി എസ് അതുപോലെ സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് പാർട്ടി പിന്തുണയോടെ ഏറ്റെടുത്ത വി എസ് ആ ജനകീയ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് പാർട്ടിയെ ബന്ധിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാറുണ്ട്. കേരള സമരങ്ങളുടെ ആവശ്യവും കേരളത്തിൽ സാമൂഹ്യ നീക്കി സമരം തന്നെ. ഇപ്പോൾ ആശാവർക്കർ സമരം നിങ്ങൾ ആലോചിച്ചാൽ മതി. ആശാവർക്കർ സമരം ഉണ്ടായിരുന്നെങ്കിൽ വി എസിന് നിലപാടെന്തായിരിക്കും? പെൺപിള്ളയൊമരെ സമരത്തോടെ നിന്ന് വി എസിനെ ആശാവർക്കർ സമരത്തോടെ നിൽക്കാൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത്തരമൊരു സമരചരിത്രത്തിൻ്റെ വി എസ് സംബന്ധിച്ച് നമ്മൾ ഓരോ സമയത്തും ഇന്ന് ആ സമരം കാണും വി എസിനെ നമ്മൾ ഓർക്കുന്നത്. ആശാവർക്കർ സമരം നടക്കുന്ന സമയത്ത് വി എസിനെ നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ വി എസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, വി എസിൻ്റെ സമരപാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് നൈതികതയിൽ അധിഷ്ഠിതമായിട്ടൊരു സമരപാരമ്പര്യമായിരുന്നു. അതിൽ ഇന്നും പ്രസക്തിയുടെ തുടർച്ചകൾ ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായും തുടർച്ചകൾ നമുക്ക് ആ കണ്ണി മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യം.